നമ്മളിവിടെ പലപ്പോഴും നമ്മൾ മതേതരത്വം അല്ലെങ്കിൽ മത സഹിഷ്ണുത എന്നൊക്കെ പറഞ്ഞാണ് ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് സംസ്കാരത്തെ പറ്റി പറയുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നത് മതങ്ങളെ കൊണ്ട് പോട്ടെ, മതങ്ങൾ നമ്മൾ ഉദ്ധരിക്കാൻ പിടിപ്പെടണ്ട. നമ്മൾ മനുഷ്യരെ വിശ്വസിക്കുകയല്ലേ കുറച്ചുകൂടെ നല്ലത്. മനുഷ്യർ പരസ്പരം വിശ്വസിക്കുന്നത് തന്നെയാണ് ഏറ്റവും വലിയ മതം. നിങ്ങൾ സുഹൃത്തുക്കളെ, മമ്മൂക്ക സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ ഈ അടുത്ത കാലഘട്ടത്തിലായിട്ട് മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ കേരളത്തിൽ എന്ത് സംസാരിക്കുമെന്ന് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ സമൂഹം അപ്പുറത്ത് വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇദ്ദേഹം ഈ ഒരു പ്രായത്തിലും അഭിനയിക്കുന്ന സിനിമകൾ മലയാളികൾക്ക് കാണാനുള്ള ഒരു അപാര ആവേശം മാത്രമല്ല, മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ എന്തൊക്കെ പറയും എന്നുകൂടി ഒരു വലിയ രാഷ്ട്രീയവും സാമൂഹികവുമായിട്ടുള്ള ഒരു നോക്കിക്കാണലായിട്ട് ഇപ്പോൾ വന്നിട്ടുണ്ടെന്നതാണ്. ഈ അടുത്ത് നമുക്കറിയാം, അതിദാരിദ്ര്യ പ്രഖ്യാപനത്തിലേക്ക് 2 പേരെ ക്ഷണിച്ചപ്പോൾ 3 പേരെ ക്ഷണിച്ചപ്പോൾ ഒന്ന് മമ്മൂക്കയാണ്, കമൽഹാസനാണ്, മോഹൻലാലാണ്. കമൽഹാസനും മോഹൻലാലിനും എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് വരാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും അന്ന് ആ സദസ്സിലേക്ക് വന്നത് മമ്മൂട്ടി എന്ന് പറയുന്ന ആ ഒരു നടനും സാമൂഹ്യ പ്രവർത്തകനാണ്. അങ്ങനെ കൂടി പറഞ്ഞു വെക്കേണ്ടി വരും. അദ്ദേഹം വന്ന സമയത്ത് എല്ലാവരും ഉറ്റുനോക്കിയത് എന്തായിരിക്കും മമ്മൂട്ടി പറയുക, എന്തൊക്കെയായിരിക്കും പറയുക. ഇനി എങ്ങാനും ഒരു വാക്കെങ്ങാൻ CM-നെ എതിരായിട്ട് മമ്മൂട്ടി പറഞ്ഞാലോ, ഇങ്ങനെ പല ആശ്വാസത്തിനെയും പല മോഹത്തിൻ്റെയും പുറത്തൊക്കെ ആളുകൾ ക്യാമറയും മൈക്കും തൂക്കിയിട്ട് പറന്ന് നടന്നു എന്ന് നമുക്കറിയാം. എന്തായാലും അതെല്ലാം കഴിഞ്ഞ് അപ്പോഴും അദ്ദേഹത്തിന് ചില വാക്കുകളെല്ലാം എടുത്ത് വെട്ടിയും മുറിച്ചും നമ്മുടെ മാധ്യമ പ്രവർത്തകരൊക്കെ ഏറ്റവും നന്നായിട്ട് കൊടുക്കാനൊക്കെ ശ്രമം നടത്തിയിരുന്നുള്ള കാര്യം നമ്മൾ ആരും മറന്നു പോകരുത്. ഇങ്ങനെ ഇരിക്കുകയാണ് ഇപ്പോഴത്തെ വീണ്ടും നമ്മുടെ ഗവൺമെന്റ് ഒരു പരിപാടിയിൽ മമ്മൂക്ക സംസാരിക്കാൻ വന്നിരിക്കുകയാണ്. ഒരു കൾച്ചറൽ ഒരു ഫോറത്തിന്റെ പരിപാടിയിലാണ് ഇദ്ദേഹം സംസാരിക്കാൻ വന്നിരിക്കുന്നത്. ഈ ഒരു പ്രോഗ്രാം സംസാരിച്ചുകൊണ്ടിരിക്കുക അദ്ദേഹം പറയുന്നത് മതങ്ങളെക്കുറിച്ച്, മനുഷ്യരെക്കുറിച്ച്, ഈ മതത്തിനപ്പുറത്തേക്ക് മനുഷ്യർ എങ്ങനെയാണ് പരസ്പരം സ്നേഹിക്കേണ്ടത് എന്നതിനെ കുറിച്ചൊക്കെയാണ് മമ്മൂട്ടി എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ പറയുന്നത്. ഞാൻ ഇതിനെ ഇങ്ങനെ ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഇദ്ദേഹം പറഞ്ഞത് അവതരിപ്പിക്കാനുള്ള ഒന്നാമത്തെ കാര്യം, ഇത് പറയുന്നത് ഞാനിപ്പോൾ ഈ ഒരു കാലഘട്ടമായതുകൊണ്ട് 2025 ആയതുകൊണ്ട് കേരളത്തിൽ പലയിടത്തും താമരകളെല്ലാം ചളിക്കുളത്ത് നിന്ന് വളർന്നു വന്ന് ഇങ്ങനെ ബലമായി നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ എത്തുന്ന ഈ ഒരു സമയത്ത് ഇങ്ങനെ പറഞ്ഞേ ഒക്കൂ എന്നുള്ളത് കൊണ്ടാണ് ഞാനിതിങ്ങനെ പറയുന്നത്. മമ്മൂക്കയുടെ വാക്കുകൾക്ക് എന്തുകൊണ്ട് പ്രസക്തി ഉണ്ടാകുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു മുസൽമാന്റെ വാക്കുകൂടിയാണ് എന്ന് പറയേണ്ടി വരും. കാരണം അങ്ങനെയൊക്കെയാണ് പലപ്പോഴും മമ്മൂട്ടിയെ പല ആളുകളും കണ്ടുകൊണ്ടിരിക്കുന്നത്. മമ്മൂട്ടി എന്ത് പറയുന്നതിനേക്കാൾ അപ്പുറത്ത് മമ്മൂട്ടി എന്ന് പറയുന്ന മുസ്ലിം എന്ത് പറയുന്നു എന്നൊക്കെ പലപ്പോഴും ഉറ്റുനോക്കിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കണം മോഹൻലാലിന് നമ്മുടെ ഇന്ത്യ കണ്ട ഏറ്റവും നല്ല ഒരു ഫിലിം അവാർഡ് കൊടുക്കുന്ന സമയത്ത് ഇങ്ങേ തലപ്പത്ത് കേരളത്തിൻ്റെ ഇങ്ങേ മൂലക്കിൽ ദുൽഖറിൻ്റെയും മമ്മൂക്കയുടെയും വീട്ടിൽ ഒരു വലിയ റെയ്ഡ് നടന്നത്. അവരെന്തൊക്കെയോ കള്ളത്തരങ്ങൾ നടത്തുന്നു എന്ന് മോഹൻലാലിന് അവാർഡ് കിട്ടുമ്പോൾ മമ്മൂട്ടി അവിടെ നിഷേധിക്കപ്പെടുന്നതും, അല്ലെങ്കിലും അവാർഡിൻ്റെ കാര്യത്തിൽ മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ നിഷേധിക്കപ്പെട്ടിട്ടേ ഉള്ളൂ. എന്തൊക്കെയാണ് മമ്മൂട്ടി ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അതിനുള്ളിലുള്ള അന്തസ്സത്ത എന്തൊക്കെയാണ് ഒന്ന് കേട്ടു നോക്കാം. പക്ഷേ നമ്മൾ പരസ്പരം വിശ്വസിക്കണം, പരസ്പരം നമ്മൾ കാണേണ്ടവരാണ്, പരസ്പരം ഒന്നിച്ച് ജീവിക്കേണ്ടവരാണ്. നമ്മളെല്ലാവരും ഒരേ വായു വിശ്വസിച്ച് ഒരേ സൂര്യ വെളിച്ചത്തിൽ ജീവിക്കുന്ന, ഒരേ സൂര്യ വെളിച്ചത്തിൻ്റെ എനർജി കൊണ്ട് ജീവിക്കുന്നവരാണ്. സൂര്യനും മഴയ്ക്കും വെള്ളത്തിനും ഒന്നും മതവുമില്ല, ജാതിയുമില്ല, രോഗങ്ങൾക്കുമില്ല. പക്ഷെ എന്നാലും നമ്മളിതിലെല്ലാം ഒരുപാട് വേർതിരിവുകൾ കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. വേർതിരിവുകൾ കണ്ടെത്താൻ ശ്രമിക്കുന്നത് നമ്മുടെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം. സുഹൃത്തുക്കളെ, ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു വലിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു താരതമ്യം പറയുകയല്ല കേട്ടോ, ഇദ്ദേഹത്തിന് തൻ്റെ മുമ്പിൽ ഒരു പേപ്പർ പോലും ഇല്ലാതെ, ഒരു കഷ്ണം പേപ്പറും പോലും ഇല്ലാതെ താൻ വന്നിരിക്കുന്ന പ്രോഗ്രാമിനെ കുറിച്ച് അതീവ ബോധ്യത്തോടെ എന്താണ് നാട്ടുകാരോട് പറയേണ്ടതെന്ന് പറയുന്ന ഏറ്റവും നല്ല കൃത്യമായ വാക്കുകളോടി സംസാരിക്കാൻ ഇദ്ദേഹത്തിന് കഴിയുന്നു എന്നുള്ളതാണ്. പലപ്പോഴും മോഹൻലാൽ അത് ചെയ്ത് കാണാറില്ല. അദ്ദേഹം എഴുതി കൊണ്ടുവന്നത് വായിക്കുകയാണ് ചെയ്യുക. എന്നാൽ മമ്മൂക്ക എഴുതി കൊണ്ടുവന്ന് വായിക്കുകയല്ല,
തൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ ആളുകളോട് സംവദിക്കുന്ന രീതിയിലാണ്. എത്ര ലളിതമായിട്ടാണ് പറഞ്ഞത്. നമ്മുടെ ചുറ്റുമുള്ള ഭൂമിക്കോ അല്ലെങ്കിൽ വായുവിനോ ജലത്തിനോ നമുക്ക് കിട്ടുന്ന സൂര്യപ്രകാശനോ ജാതിയും മതമൊന്നുമില്ല. അതെല്ലാവർക്കും ഒരേപോലെ തന്നെ ആസ്വദിക്കാനും നമ്മുടെ ജീവൻ നിലനിർത്താനും ആവശ്യമായിട്ടുള്ളതാണ്. അതിലൊന്നും ആരും ജാതി മതം കാണുന്നില്ല. പിന്നെ എന്തിനാണ്, ആർക്കാണ് ഈ ജാതി, ആർക്കാണ് ഈ മതം വേണ്ടത്? സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി തന്നെയാണ് ജാതി മതമൊക്കെ വേണ്ടത്. ചില ആളുകൾക്ക് ഇവിടെ അവരുടെ ജീവിതവുമായിട്ട് മുന്നോട്ട് പോകാൻ ജാതി അത്യന്താപേക്ഷിതമാണ് എന്ന് പറഞ്ഞു വെക്കേണ്ടിയിരിക്കുന്നു. ഓരോരുത്തർക്കും ഓരോ കാരണങ്ങളും ഓരോ കാര്യങ്ങളും ഉണ്ടാകാം എന്നിലുള്ള കാര്യങ്ങൾ പറയുന്നത്. അതും നമ്മുടെ സ്നേഹത്തിൽ തന്നെയാണ്, മനുഷ്യ സ്നേഹത്തിൽ തന്നെയാണ് അവസാനിക്കുന്നത്. കാലമുണ്ടായ അല്ലെങ്കിൽ ലോകമുണ്ടായ കാലം മുതൽ പരസ്പരം നമ്മൾ പറയുന്നത് സ്നേഹത്തെ പറ്റിയാണ്. നമ്മുടെ സ്നേഹം ഉണ്ടാവുന്നത് തന്നെ മനുഷ്യന്റെ ഉള്ളിൽ തന്നെയുള്ള നമ്മുടെ ശത്രുവിനെ, അതായത് നമ്മളിലുള്ള പൈശാചികമായ ഭാവത്തെ, അതിനെ ദൈവഭാവത്തിലേക്ക് നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് നമ്മൾ മനുഷ്യരാവുന്നത്. നമ്മൾ ദൈവഭാവത്തിലേക്ക് എത്തുന്നത്, നിങ്ങൾ മനുഷ്യനപ്പുറത്തേക്ക് വളരുന്നത്. പക്ഷെ അത് അപൂർവം ചില ആളുകൾക്കേ ഉള്ളൂ ആ സിദ്ധി. പക്ഷേ എല്ലാ മനുഷ്യർക്കും സിദ്ധിച്ചേക്കാവുന്നൊരു സിദ്ധി തന്നെയാണ്. ലോകം മുഴുവൻ അങ്ങനെ ആയിത്തീരണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് ഒരു അത്യാഗ്രഹമാണ്. അങ്ങനെ നടക്കില്ല. വളരെ ലോലമാനസരായവർ ചിലപ്പോൾ ഈ പൈശാചിക ഭാവത്തിന് കീഴടങ്ങി പോകുന്ന അവസരങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് ഇദ്ദേഹം ഇപ്പോഴൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. നമ്മളിൽ തന്നെയുള്ള നന്മയും തിന്മയും തമ്മിലുള്ള യുദ്ധത്തിൽ നമ്മൾ ജയിച്ചാൽ മാത്രമേ ഈ ലോകത്ത് നിലനിർത്താവൂ. അത് തന്നെയാണ് നമ്മുടെ സംസ്കാരം എന്ന് പറയുന്നത്. ആ സംസ്കാരം തന്നെ തുടരട്ടെ, ആ യുദ്ധം നടക്കട്ടെ, യുദ്ധത്തിൽ നമുക്ക് എല്ലാവർക്കും വിജയിക്കാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. ഇതിപ്പോ പല ആൾക്കാരിപ്പോ ഇനി വീണ്ടും എന്തൊക്കെ രീതിയിൽ ഈ വാക്കുകൾ വളച്ചൊടിക്കുമെന്ന് എനിക്കൊരു പിടുത്തമില്ല. യുദ്ധം നടക്കട്ടെ എന്ന് പറയുന്നത് മനുഷ്യർ തമ്മിലുള്ള സ്നേഹത്തിന്റെ യുദ്ധമാണ്. നമ്മൾ പരസ്പരം സ്നേഹിക്കുന്ന ഒരു നല്ല യുദ്ധം ഈ ലോകത്തുണ്ടാകട്ടെ എന്നും അതിൽ മനുഷ്യൻ വിജയിക്കട്ടെ എന്നതാണ്. ഇതിന് താഴത്ത് വന്ന കമന്റുകളുണ്ടല്ലോ, ഇങ്ങനെ വീണ്ടും വീണ്ടും നമ്മളെ ഫാനാക്കുകയാണ്. മനുഷ്യനാണ് വലുത് എന്ന് പറയുന്ന മനുഷ്യനും വലുതാണ്. മമ്മൂക്ക, നിങ്ങൾ വലിയൊരു മനുഷ്യനാണ്. പൊതുപരിപാടിയിൽ എങ്ങനെ സംസാരിക്കണമെന്ന് പുള്ളിക്ക് കൃത്യമായിട്ട് അറിയാം. വീണ്ടും വീണ്ടും നിങ്ങളോട് സ്നേഹം കൂടിക്കൂടി വരികയാണല്ലോ. സിനിമയിൽ കാണുന്ന മമ്മൂക്കയേക്കാൾ കൂടുതൽ ഇഷ്ടം യഥാർത്ഥ ജീവിതത്തിൽ കാണുന്ന മമ്മൂക്കയാണ്. നടൻ എന്ന നിലയിലും വ്യക്തി എന്ന നിലയിലും ഫാൻ ആക്കി കളയും. ഏത് സദസ്സായാലും കൃത്യതയുള്ള വാക്കുകൾ. വൺ ആൻഡ് ഓൺലി മമ്മൂക്ക. ഇങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് ഇതിന് താഴത്തുള്ള കമന്റുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ എത്ര സുന്ദരമാണ്. എന്നാലും അതിൻ്റെ അടുത്ത് ചില കോയമാര് അസല് വൃത്തികേടുകൾ പറയുന്നുണ്ട് എന്നുള്ളതാണ്. എവിടെ ആ കോയ? ഏതൊരു കോയുണ്ട്. ആ കോയയുടെയൊക്കെ നല്ല തെറിയൊക്കെ ചില ആളുകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. സംഗതി അവിടെ കിടക്കട്ടെ. സുഹൃത്തുക്കളെ, മനുഷ്യ സ്നേഹത്തെക്കുറിച്ച് മാത്രമാണ് മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മതം എന്നുള്ള സംഗതി ഹൈലി പേഴ്സണൽ ആയിട്ടുള്ള ഒന്നാണെന്നും അതിനെപ്പറ്റി ചിന്തിക്കാതിരിക്കായിരിക്കും. ഒപ്പം നമുക്ക് മനുഷ്യർക്ക് പരസ്പരം വിശ്വസിച്ചുകൂടെ, നമുക്ക് പരസ്പരം വിശ്വസിച്ച് മുന്നോട്ട് പോയിക്കൂടെ എന്ന് പറയുന്ന ഒരു വലിയ ആശയം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കാനും കൂടി മമ്മൂക്ക ശ്രമിക്കുന്നതാണ്. എനിക്ക് തോന്നുന്നു ഈ ഒരു പുതിയ കാലഘട്ടത്തിലെ ഏറ്റവും പ്രസക്തമായ ആശയമാണ് മമ്മൂക്ക എന്ന് പറയുന്ന മനുഷ്യൻ പറയുന്നത്. ഇദ്ദേഹമൊക്കെ പറയുമ്പോഴാണ് ആളുകൾ കേൾക്കുക. അതുകൊണ്ട് ഇദ്ദേഹത്തെ പോലുള്ള ആളുകൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കണമെന്നാണ് എന്നെപ്പോലുള്ള ആളുകളൊക്കെ ആഗ്രഹിക്കുകയെന്ന് എനിക്ക് തോന്നിപ്പോകുന്നു. നിങ്ങളോ? ബൈ.